ഹേ മച്ചന്മാർ, അങ്ങനെ നമ്മുടെ മെക്ലാറിനും കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ മെക്ലാറിൻ കാറിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണ് എന്നീ വീഡിയോ കൂടെ തന്നെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ GTA 5 മോഡിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഈജിപ്തിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളും സിറ്റി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈജിപ്തിൻ്റെ സിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ചീപ്പ് കോഡും കാര്യങ്ങളും കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴെപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ മെക്ലാറിൻ്റെ കാര്യം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആദ്യം തന്നെ അൺഫോർച്യുനേറ്റ്ലി എല്ലാവരോടും ഞാനൊരു സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നലാണെങ്കിൽ നമ്മൾ പറഞ്ഞ വീഡിയോയ്ക്ക് ഏതാണെങ്കിലും മെക്ലാറിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടി എല്ലാവരും എടുക്കണം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ലിങ്കിൻ്റെ കാര്യത്തിൽ ആഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ലിങ്കും കാര്യങ്ങളെല്ലാം കോപ്പിറൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും ആ ലിങ്ക് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ ടൈം തന്നിട്ടില്ലായിരുന്നു. ആ സമയത്ത് അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് പറഞ്ഞപ്പോൾ അത് ഡെവലപ്പറും കാര്യങ്ങളും നമ്മളോട് പറഞ്ഞായിരുന്നു, പക്ഷേ ഞാനത് ഓർത്തില്ലായിരുന്നു. അപ്പോൾ ഡെവലപ്പറും കാര്യങ്ങളും ആ ലിങ്കും കാര്യങ്ങളും പുറത്തോട്ട് പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് പ്രൊവൈഡ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. അതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് ലിങ്ക് ടൈം ലിമിറ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പിറൈറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. പക്ഷേ നമ്മുടെ ഡെവലപ്പറിൻ്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. ഡെവലപ്പർ കാര്യങ്ങൾ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡെമോ മാത്രമാണ് നമുക്ക് തന്നിട്ട് യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഈ ഡെമോ മാത്രം ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ രണ്ടാമത്തെ പാർട്ടും കാര്യങ്ങളാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ എന്നാലും ആ ലിങ്കും കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ലിങ്കും കാര്യങ്ങളൊക്കെ റിവോക്ക് ചെയ്തായിരുന്നു നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും. അങ്ങനെ പിന്നെ നമ്മൾ ഡെവലപ്പറോട് സംസാരിച്ച് നമ്മളിനി അങ്ങനത്തെ ഒരു അബദ്ധം പറ്റത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളോട് എല്ലാവരോടും സോറിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളാണ്. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് റീവോക്ക് ആയിട്ടുണ്ട്, ഇനി കിട്ടത്തുമില്ല. കാരണം വെച്ചാൽ ഞാൻ അവിടെ ചെയ്തൊരു മിസ്റ്റേക്കാണ്, നിങ്ങളോട് പറഞ്ഞും പോയി, അതുപോലെ ലിങ്ക് ഇടാനും പറ്റിയില്ല. അപ്പം നിങ്ങളോട് എല്ലാവരോടും ഞാൻ കമൻസും കാര്യങ്ങളിലെല്ലാം ഞാൻ റിപ്ലൈ കാര്യങ്ങൾ കൊടുത്തരാം. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ കാര്യങ്ങൾ കൊടുത്തായിരുന്നു. കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, കോപ്പിറൈറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ റിപ്ലൈ കാര്യങ്ങൾ കൊടുത്തായിരുന്നു. എന്നോട് എല്ലാവരോടും ക്ഷമിക്കേണ്ടതാണ്. ഞാൻ ഇതിൻ്റെ എപ്പോഴാണ് വരുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് എന്ന് വെച്ചാൽ ഈ മന്ത് വരുന്ന അപ്ഡേറ്റിലേക്കായിരിക്കും നമ്മുടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ മെക്ലാറും കൊണ്ടുവരുന്നുണ്ട്, ഇന്നോവ കാറും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറെ കുറച്ച് കാർസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന അപ്ഡേറ്റ്സിനകത്ത് നമുക്ക് റിവ്യൂലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഡെവലപ്പർ കാര്യങ്ങൾ അത് റിവീൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് ഇന്നോവ കാറും അതുപോലെ തന്നെ മെക്ലാറിനും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റും കാര്യങ്ങളാണ് നമ്മുടെ GTA 5 മോഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ GTA 5 മോഡിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ഈജിപ്തിൻ്റെ ഒരു മോഡും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പം ഈ ഈജിപ്തിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് തോന്നിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അഭിപ്രായം കാര്യങ്ങൾ പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ക്ലിക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ നേരെയാണ് സെറ്റിങ്സ് എടുക്കേണ്ടതാണ്. അവിടെ നിങ്ങളൊരു സ്ലോട്ടും കാര്യങ്ങളും സെലക്ട് ചെയ്യേണ്ടതാണ്. സ്ലോട്ടും കാര്യങ്ങളും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ഈജിപ്റ്റ് എന്ന് പറഞ്ഞ വല്ലതും ടൈപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഈജിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഷാഡോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇപ്പുറത്തെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഹൈ ആക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്കത് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടും കുറച്ച് എടുപ്പായിട്ടും കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെയാണ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമ്മൾ ഫോൺ കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. എന്നിട്ട് അവിടെ ഇൻ്റർനെറ്റിന് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി തന്നെ ആഡ് ആകുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ആഡ് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ടൈമർ കാര്യങ്ങൾ. ഇപ്പം 5 മിനിറ്റാണ് ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെറ്റും കാര്യങ്ങളും ഓണാക്കാവുന്നതാണ്. നെറ്റ് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു 5-10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് നെറ്റ് കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിവിടെ പേസ് ബട്ടൺ ഉണ്ടല്ലോ, ഈ പേസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് അവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലിങ്ക് ലോഡഡ് അല്ലെങ്കിൽ ലോഡഡ് എന്ന് പറഞ്ഞാൽ ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഫയൽ ലോഡഡ് ആയി കഴിഞ്ഞാൽ നെറ്റും കാര്യങ്ങളും ഓഫ് ചെയ്തതിന് ശേഷം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം റീസ്റ്റാർട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഫയലും കാര്യങ്ങളും വർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഈജിപ്തിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്കായിട്ടുണ്ട്. നമുക്കിനി നേരെ ഈജിപ്തിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഈജിപ്തിൻ്റെ സിറ്റിയിലോട്ട് നമുക്ക് പോകാനാണ്. അതിനുവേണ്ടി ഞാൻ കാറും കാര്യങ്ങളും എടുത്തിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ കൂടെ നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടായിരിക്കും നമ്മുടെ ഈജിപ്തിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലിലപ്പുറത്തോട് കയറി പോകേണ്ടതാണ്. അപ്പോൾ കടലിൽ ബീച്ചിൻ്റെ
അപ്പുറത്ത് കയറിപ്പോയി നമ്മുടെ ഈജിപ്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈജിപ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ഈ ഈജിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈജിപ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരാണ് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈജിപ്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഈജിപ്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു ഇത് ആർജിഎസ് മെനുവിൽ കൊണ്ടുവരില്ല എന്ന് വെച്ചാൽ ഇനി കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും ആർജിഎസ് മെനുവിൽ കൊണ്ടുവരില്ല. അപ്പോൾ നമ്മുടെ ഈ മാപ്പ് സെക്ഷനും കാര്യങ്ങളും മോഡ് സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലതൊക്കെ നമ്മളാണെങ്കിൽ പഴയ രീതിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇൻ്റർനെറ്റ് മോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇൻ്റർനെറ്റ് മോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈജിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈജിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ട് അവരോട് കൂടെ നിങ്ങൾക്ക് ചോദിക്കേണ്ടതാണ് എങ്ങനെയുണ്ട്, അവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കൂടി ചോദിച്ചാൽ അഭിപ്രായം കൂടി ചോദിച്ചിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനേക്കാളും കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സിറ്റീസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് വേണമെങ്കിൽ നമുക്ക് അതുകൂടെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും ഒന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. കമൻറ്റ് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഇത് കൊണ്ടുവരാനും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിന് മുമ്പായിട്ട് കിട്ടുമോ ഇല്ലെന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമൻറ്റ് മാക്സിമം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാതിരിക്കരുത്, മാക്സിമം കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ GTA 5 മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിലേ ആകും നമ്മൾ പറഞ്ഞായിരുന്നു. ഡിലേ ആകുന്നതിൻ്റെ കാരണം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മളിത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് GTA 5 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇടും. നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ അത് ഇപ്പോൾ കിട്ടത്തില്ല എന്തെങ്കിലും ഈ ലിങ്കും കാര്യങ്ങൾ, കാരണം വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്കും കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം നേരത്തെ മെക്ലാറിൻ്റെ കാര്യം അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് നേരത്തെ ആണെങ്കിൽ അതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങൾ മാത്രം നമുക്ക് തന്നായിരുന്നു, അതിൻ്റെ ലിങ്കും തന്നായിരുന്നു. അപ്പോൾ നമ്മളത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇട്ട് തരാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇടാനും പറ്റത്തില്ല, നമുക്കത് പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഡെവലപ്പറിൻ്റെ ഒരു സമ്മതമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇട്ട് തരാതിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നോട് എല്ലാവരോടും ക്ഷമിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ GTA 5 മോഡും കാര്യങ്ങളും അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. വർക്ക് കംപ്ലീറ്റ് ആവാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് വേറെ യൂസ് ഇല്ലാത്ത രീതിയിലായി പോകും. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യം കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡെവലപ്പറും കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും കൂടെ ഒരു ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നെക്സ്റ്റ് വീക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മളോട്. അപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഫിക്സ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീക്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും എപ്പോഴായിരിക്കും നമ്മൾ അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നത്. ചിലപ്പോൾ നമ്മളോട് പുറമ്പ് അറിയാതെ തന്നെ പ്രതീക്ഷിക്കാതായിരിക്കും നമ്മുടെ ഡെവലപ്പർ കാര്യം നമ്മളോട് പറയുന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി ചെയ്ത് നോക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇടുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലായിരിക്കും ആദ്യം ഇടുന്നത്. അതിന് ശേഷമായിരിക്കും ഞാൻ ബാക്കിയുള്ള എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലായിട്ട് പറയുന്നത്. അപ്പം എന്തായാലും മാക്സിമം ഇതുവരെ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഞാനിവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പോലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ ഇപ്പം ഇന്നാണ് അപ്ഡേറ്റ് വരുന്നെങ്കിൽ ഇന്ന് രാത്രി അപ്ഡേറ്റ് വരുന്നെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അപ്പം തന്നെ ഞാൻ ആദ്യം വാട്സപ്പ് ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്, പിന്നീടായിരിക്കും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും വാട്സപ്പ് ചാനലും കൂടെ ഫോളോ ചെയ്തിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. അപ്പം മെക്ലാറിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന അപ്ഡേറ്റ്സിൻ്റെ വരുന്ന അപ്ഡേറ്റ്സിൻ്റെ മെക്ലാറും കാറും കിട്ടും, ഇന്നോവ കാറും കാര്യം കിട്ടും. പക്ഷേ ബൈക്ക് മാത്രം നമുക്ക് കിട്ടത്തില്ല ഈ വരുന്ന അപ്ഡേറ്റിലേക്ക്. കാരണം നമ്മുടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നു, ഇനിയും നല്ല രീതിയിൽ ടൈം എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ ഒരിക്കലും ഇതാക്കാൻ വേണ്ടിയിട്ട് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കിനി വീണ്ടും ടൈം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും ഇനി അതിന് വേണ്ടി പോകാതിരിക്കുന്നത്. അതിന് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ കാര്യങ്ങൾ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗുഡ് ന്യൂസും കാര്യങ്ങളെന്ന് വെച്ചാൽ കുറേ പേര് നമ്മളോട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്തായിരുന്നു ഈ ആർജിഎസ് മെനു കാര്യങ്ങളൊക്കെ മാറ്റാമോ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം നമുക്കിനി വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ അകത്തോട്ട് കുറേ വലിയൊരു ഫീച്ചറും കാര്യങ്ങൾ മാറ്റാൻ പോകുന്നുണ്ട്. നമുക്കിനിയും നേരത്തെ നമുക്കാണെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ലിങ്ക് കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അതിനുശേഷം വന്ന് നമ്മുടെ ആർജിഎസ് മെനുവും കാര്യങ്ങളൊക്കെയാണ്. ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് വേറൊരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ആ ഒരു ഫീച്ചറിനകത്തോട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം സ്പോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമുക്ക് ഇനിയും കൊണ്ടുവരാൻ പോകുന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഡെവലപ്പർ കാര്യം ചെറിയൊരു ഹിൻറ്റും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അത് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയത് ഇങ്ങനത്തെ ഒരു ഫീച്ചർ കാര്യമാണ് കൊണ്ടുവരാൻ പോകുന്നത്
പോകുന്നത്. അപ്പം എത്ര പേർക്ക് ഈ ഒരു ഫീച്ചറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ഫീച്ചറിനെ പറ്റി എന്തെങ്കിലും ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങളുടെ ഐഡിയ രീതിയാണോ വരുന്നത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ രീതിയിലാണോ കൊണ്ടുവരുന്നത് നമുക്ക് അപ്പം നോക്കാനും കൂടിയിട്ടാണ് നിങ്ങളോട് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ട്രാവ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്തോടായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്, നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ പ്ലഗിൻ ആപ്പിനകത്തോട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്ലഗിൻ ആപ്പിനകത്തോട്ട് ഒരു പുതിയൊരു ക്യാരക്ടറിനെ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ പുതിയ അപ്ഡേറ്റിനകത്തോട്ട് വരുന്ന പുതിയ ഫീച്ചറും കാര്യങ്ങളും മറ്റേ ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നോവ കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെക്ലാറും വരുന്നുണ്ട്. പുതിയ ഫീച്ചറും കാര്യങ്ങളും വരുന്നുണ്ട്. പുതിയ ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ ഐറ്റംസ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ഐറ്റംസും പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് എന്ത് രീതിയിലാണെന്ന് ഇതുവരെ എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അപ്പം എന്തായാലും നിങ്ങൾക്കറിയാവുന്ന ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ്. ആ കമൻറ്റ് അനുസരിച്ചിട്ട് അത് തന്നെയായിരിക്കും വരുന്നില്ലേ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് അതും കൂടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ക്യാരക്ടർ കാര്യങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട്. നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്തോട്ടാണ് പുതിയ ക്യാരക്ടർ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രാവയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അത് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഡെവലപ്പറോട് സംസാരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്നെ. അപ്പം അത് എന്തൊക്കെയാണ് നിങ്ങൾക്കൊന്ന് അറിയാമെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് എന്തൊക്കെയായിരിക്കും ആ സീക്രട്ട് ഫീച്ചറും കാര്യങ്ങളും എന്നൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുമോ എന്ന് നോക്കേണ്ടതാണ്. കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെയാണോ നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും അതിനും കൂടെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളും വില ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഐറ്റംസ് കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പർ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ലീക്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ലീക്സും കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും.